Okay, in the previous classes, we discussed about the confidence interval, how to construct a confidence interval for the mean of a normal distribution. Okay, അവിടെ നമ്മൾ 3 കേസസ് ആയിട്ട് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഹിയർ വി ഹാവ് ഇൻ്റർവൽ എസ്റ്റിമേഷൻ ഓഫ് ദി ഡിഫറൻസ് ഓഫ് ടു പോപ്പുലേഷൻ മീൻസ്. രണ്ട് പോപ്പുലേഷൻസ് മീൻസ് നമ്മൾ അറ്റ് എ ടൈം എടുത്തിട്ട് അതിൻ്റെ മീനിൻ്റെ ഡിഫറൻസിൻ്റെ കോൺഫിഡൻസ് ഇൻ്റർവൽ നമ്മളെങ്ങനെ കണ്ടുപിടിക്കും. സോ അതിൽ ഫസ്റ്റ് കേസായിട്ട് നമ്മൾക്ക് എടുക്കുന്നത് സിഗ്മ 1ഉം സിഗ്മ 2ഉം നോൺ ആവുന്ന കേസാണ്. സിഗ്മ 1 എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ 1ൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ്. സിഗ്മ 2 പറഞ്ഞാൽ പോപ്പുലേഷൻ 2ൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ്. ലെറ്റ് x1 ബാർ ബി ദി മീൻ ഓഫ് സാമ്പിൾ സൈസ് n1 ഓഫ് ദി ഫസ്റ്റ് പോപ്പുലേഷൻ്റെ ആൻഡ് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് മീൻ μ1 എടുക്കുക, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ 1 എടുക്കുക. സോ x1 ബാർ ഫോളോസ് n ഓഫ് μ1 സിഗ്മ 1 റൂട്ട് n1 വരും. x2 ബാർ എന്ന സെക്കൻഡ് സാമ്പിൾ മീൻ ആയിട്ടും അതിൻ്റെ സൈസ് n2 ആയിട്ടും അതിൻ്റെ മീൻ സാമ്പിൾ പോപ്പുലേഷൻ മീൻ μ2 ആയിട്ടും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ 2 ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് x2 ബാർ ഫോളോസ് n ഓഫ് μ2 സിഗ്മ 2 ബൈ റൂട്ട് n2 ആയിട്ട് മാറ്റാൻ പറ്റും. ഇത് രണ്ടിനും നമ്മൾ സ്റ്റാൻഡേർഡൈസ് ചെയ്യണം. സോ ദെൻ ബൈ ദി അഡിറ്റീവ് പ്രോപ്പർട്ടീസ് നമുക്കറിയാവുന്നതാണ് x1 ബാർ മൈനസ് x2 ബാർ ഫോളോസ് n ഓഫ് μ1 മൈനസ് μ2 റൂട്ട് ഓഫ് സിഗ്മ 1 സ്ക്വയർ ബൈ n1 പ്ലസ് സിഗ്മ 2 സ്ക്വയർ ബൈ n2 വിച്ച് ഫോളോസ് എ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വേർ z ഈക്വൾ ടു നമുക്ക് ഇതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ പറ്റും. ഇവിടുത്തെ വേരിയബിൾ എന്താണ് x1 ബാർ മൈനസ് x2 ബാർ ആണ്. സോ അത് നമ്മൾ എന്താണ് അതിൻ്റെ മീൻ മൈനസ് ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൊണ്ട് ഡിവൈഡ് ആണ്. സോ ഇതിൻ്റെ മീൻ ഈക്വൾ ടു μ1 മൈനസ് μ2 ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൾ ടു റൂട്ട് ഓഫ് സിഗ്മ 1 സ്ക്വയർ ബൈ n1 പ്ലസ് സിഗ്മ 2 സ്ക്വയർ ബൈ n2 ആണ്. Therefore z equal to x1 bar minus x2 bar minus μ1 minus μ2 divided by root of n1 square by n2 plus sigma 1 square by n1 plus sigma 2 square by n2 which follows n of 0 1 standard distribution ആയിട്ട് മാറും. Then by the property of normal distribution the property is നമുക്ക് എന്ത് പറയാൻ പറ്റും, probability of mod z less than or equal to z alpha by 2 equal to 1 minus alpha. ഈ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോൺഫിഡൻസ് ഇൻ്റർവലാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നേരത്തെ അതേ പ്രൊസീജിയർ നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഇവിടെ മോഡുലസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മൈനസ് സെഡ് ആൽഫ ബൈ 2 മുതൽ പ്ലസ് സെഡ് ആൽഫ ബൈ 2 വരെ റീജിയൻ നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ദെർഫോർ മൈനസ് സെഡ് ആൽഫ ബൈ 2 ലെസ് താൻ ഓർ ഈക്വൾ ടു സെഡ് ലെസ് താൻ ഓർ ഈക്വൾ ടു സെഡ് ആൽഫ ബൈ 2 ഈക്വൾ ടു 1 മൈനസ് ആൽഫ വരും. ഇനി എന്ത് ഈ സെഡിന് പകരം നമ്മൾ എന്ത് ചെയ്യുക, ഇത് കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്ക് ഡിഫറൻസ് ഓഫ് മീൻ ആണ്, ദാറ്റ് ഈസ് μ1 മൈനസ് μ2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോൺഫിഡൻസ് ഇൻ്റർവലാണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മൾ നേരത്തെ അതേ പ്രൊസീജിയർ എന്ത് ചെയ്യുക, ആ ഇൻ്റർവലിൻ്റെ സെൻറ്ററിൽ μ1 മൈനസ് μ2 നിർത്തിയിട്ട് ഒരു ഇൻ്റർവൽ ആക്കി അതിനെ മാറ്റാണ് വേണ്ടത്. സോ പ്രോബിലിറ്റി ഓഫ് സെഡ് ആൽഫ ബൈ 2 ലെസ് താൻ ഓർ ഈക്വൾ ടു x1 ബാർ മൈനസ് x2 ബാർ മൈനസ് μ1 മൈനസ് μ2 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് സിഗ്മ 1 സ്ക്വയർ 1 ബൈ n1 പ്ലസ് സിഗ്മ 2 സ്ക്വയർ ബൈ n2 ലെസ് താൻ ഓർ ഈക്വൾ ടു സെഡ് ആൽഫ ബൈ 2 ഈക്വൾ ടു 1 മൈനസ് ആൽഫ. ഇവിടെ നമ്മൾ ആദ്യം എന്ത് ചെയ്യാം, ഈ സാധനം ഡിനോമിനേറ്റർ കിടക്കുന്ന സാധനം ഇവിടെ നിന്ന് ഒഴിവാക്കണം. സോ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുക, ഇവിടെ മൾട്ടിപ്ലൈ, ഇവിടെ മൾട്ടിപ്ലൈ. സോ ഇവിടെ അത് ഇൻറ്റു ആയിട്ട് വരും. ദെൻ x1 ബാർ മൈനസ് x2 ബാർ എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് ഒഴിവാക്കണം. സോ ഇവിടെ അത് മൈനസ് ചെയ്യുക, ഇവിടെ മൈനസ് ചെയ്യുക. ദെൻ ഇവിടെ ഒരു നെഗറ്റീവ് ഉണ്ടായിരിക്കും, അത് ഒഴിവാക്കാൻ ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ. സോ ബൈ ദി സിംപ്ലിഫിക്കേഷൻ വി ഗെറ്റ് ദി 100 into 1 minus alpha percentage confidence interval for μ1 minus μ2 is x1 bar minus x2 bar minus z alpha by 2 into root of sigma 1 square by n1 plus sigma 2 square by n2 x1 bar minus x2 bar plus z alpha by 2 root of sigma 1 square by n1 plus sigma 2 square by n2. ഇവിടെ x1 ബാറും x2 ബാറും സിഗ്മ 1ഉം n1ഉം സിഗ്മ 2ഉം n2 ഒക്കെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കും. പിന്നെ കണ്ടുപിടിക്കേണ്ട z ആൽഫ ബൈ 2 ആണ്. അത് നമുക്ക് നമ്മുടെ ടേബിളിൽ നമുക്ക് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി കുറച്ച് എക്സാമ്പിൾ നോക്കുക. ആൽഫ 0.05 ആകുമ്പോൾ സെഡ് ആൽഫ ബൈ 2 1.96 ആണ്. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 95% കോൺഫിഡൻസ് ഇൻ്റർവൽ ഫോർ μ1 മൈനസ് μ2 എന്ത് വരും, ഈ ഇൻ്റർവെല്ലിൽ എന്ത് ചെയ്യുക, ഈ സെഡ് ആൽഫ ബൈ 2ന് പകരം 1.96 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. അതേപോലെ നമ്മൾ നേരെ ചെയ്ത അതേ പ്രൊസീജിയറിനാണ്. ആൽഫ 0.01 ആകുമ്പോൾ സെഡ് ആൽഫ ബൈ 2 നമുക്ക് ടേബിളിൽ നിന്ന് 2.58 കിട്ടും. ദാറ്റ് ഈസ് 99% കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോൺഫിഡൻസ് ഇൻ്റർവൽ ഫോർ μ1 മൈനസ് μ2 എന്ത് വരും, x1 ബാർ മൈനസ് x2 ബാർ മൈനസ് ആ സെഡ് ആൽഫ ബൈ 2ൻ്റെ സ്ഥാനത്ത് എന്ത് ചെയ്യുക, 2.58 ഇട്ട് കൊടുക്കുക. 2.58 ഇൻറ്റു റൂട്ട് ഓഫ് സിഗ്മ 1 സ്ക്വയർ ബൈ n1 പ്ലസ് സിഗ്മ 2 സ്ക്വയർ ബൈ n2 x1 ബാർ മൈനസ് x2 ബാർ പ്ലസ് 2.58 ഇൻറ്റു റൂട്ട് ഓഫ് സിഗ്മ 1 സ്ക്വയർ ബൈ n1 പ്ലസ് സിഗ്മ 2 സ്ക്വയർ ബൈ n2. ഓക്കെ, ക്ലിയർ.
സെയിം പ്രൊസീജിയർ തന്നെയാണ്. നെക്സ്റ്റ് സിഗ്മ 1ഉം സിഗ്മ 2ഉം അൺനോൺ ആവുന്ന കേസ് അവിടെ n1ഉം n2ഉം ലാർജ് സാമ്പിൾ സൈസ് ആവുക. n1 n2 ലാർജ് സാമ്പിൾ സൈസ് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 30 വരുന്ന കേസ്. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, സിഗ്മ 1നും സിഗ്മ 2നും പകരം തൊട്ടുമ്പതിൽ നമ്മൾ അതിൻ്റെ സാമ്പിൾ വേരിയൻസ് ആയിട്ടുള്ള S1ഉം S2 നമ്മൾ എന്ത് ചെയ്യുക, റീപ്ലേസ് ചെയ്ത് കൊടുത്താൽ മതി. സോ വി ഗെറ്റ് 95% കോൺഫിഡൻസ് ഇൻ്റർവൽ ഫോർ μ1 മൈനസ് μ2. ഇതേ ഇക്വേഷൻ തന്നെ വരിക. ഏത് ഇക്വേഷൻ? തൊട്ടും പറഞ്ഞ സെയിം ഇക്വേഷൻ തന്നെ വരും. അവിടെ എന്ത് ചെയ്യാം, ഈ സിഗ്മ 1ന് പകരം S1 സ്ക്വയർ കൊടുക്കുക, സിഗ്മ 2 സ്ക്വയറിന് പകരം S2 സ്ക്വയർ കൊടുക്കുക. സോ സിഗ്മ 1 സിഗ്മ 2 അൺനോൺ ആവുന്ന കേസിന് കറസ്പോണ്ടിങ് ആയിട്ട് കോൺഫിഡൻസ് ഇൻ്റർവൽ 100 × 1 മൈനസ് ആൽഫ പെർസെൻറ്റേജ് കോൺഫിഡൻസ് ഇൻ്റർവൽ എന്താ വരിക, x1 ബാർ മൈനസ് x2 ബാർ മൈനസ് z ആൽഫ ബൈ 2 റൂട്ട് ഓഫ് S1 സ്ക്വയർ ബൈ n1 പ്ലസ് S2 സ്ക്വയർ ബൈ n2 x1 ബാർ മൈനസ് x2 ബാർ പ്ലസ് z ആൽഫ ബൈ 2 റൂട്ട് ഓഫ് S1 സ്ക്വയർ S1 സ്ക്വയർ ബൈ n1 പ്ലസ് S2 സ്ക്വയർ ബൈ n2 വരും. സോ നമ്മൾ അതിനൊരു എക്സാമ്പിൾ ആയിട്ട് ഇവിടെ കൊടുത്തില്ല. 94% കോൺഫിഡൻസ് ഇൻ്റർവൽ ഈക്വൽ ടു x1 ബാർ മൈനസ് x2 ബാർ മൈനസ് 1.96 ഇൻറ്റു റൂട്ട് ഓഫ് S1 സ്ക്വയർ ബൈ n1 പ്ലസ് S2 സ്ക്വയർ ബൈ n2 x1 ബാർ മൈനസ് x2 ബാർ പ്ലസ് 1.96 ഇൻറ്റു റൂട്ട് ഓഫ് S1 സ്ക്വയർ ബൈ n1 പ്ലസ് S2 സ്ക്വയർ ബൈ n2. സിമിലർലി നമുക്ക് 98%ഉം 99% ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെറ്റ് ആൽഫ ബൈ 2 നമുക്ക് അറിയാവുന്നതാണ്. ഈ ഇൻ്റർവെൽ എന്തിനാണ് 1.96ന് പകരം 2.326 കൊടുത്താൽ നമുക്ക് 98% കിട്ടും, 2.58 കൊടുത്താൽ 99% കിട്ടും. ഇതൊക്കെ ഇവിടെ നമുക്ക് കിട്ടുക സെറ്റ് ആൽഫ ബൈ 2ൻ്റെ ടേബിൾ നമുക്ക് വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അതിൽ നെക്സ്റ്റ് കേസാണ് സിഗ്മ 1ഉം സിഗ്മ 2ഉം ഈക്വൽ ആയിട്ട് വരിക. രണ്ടും അൺനോൺ ആണ്, രണ്ടും ഈക്വൽ ആയിട്ട് വരിക. രണ്ടിൻ്റെയും എന്താണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽ ആണ്. n1 n2 സ്മോൾ സാമ്പിൾ സൈസ് ആയിട്ട് വരുന്ന കേസ്. സോ ഇവിടുത്തെ സ്റ്റുഡൻറ്റ് ഡിസ്ട്രിബ്യൂഷനാണ് ഇവിടുത്തെ സ്റ്റാറ്റിസ്റ്റിക് ആയിട്ട് വരിക. ദാറ്റ് ഈസ് t ഈക്വൽ ടു x1 ബാർ മൈനസ് x2 ബാർ മൈനസ് μ1 മൈനസ് μ2 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് സിഗ്മ 1 സ്ക്വയറും സിഗ്മ 2 സ്ക്വയർ പകരം സിഗ്മ, കാരണം രണ്ടും ഈക്വൽ ആണ്. സോ സിഗ്മ സ്ക്വയർ ബൈ n1 പ്ലസ് സിഗ്മ സ്ക്വയർ ബൈ n2 വിച്ച് ഫോളോ സ്റ്റുഡൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ. അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം v ഈക്വൽ ടു എന്താ വരിക, n1 പ്ലസ് n2 മൈനസ് 2 വരിക. ഓക്കെ, n1 പ്ലസ് n2 മൈനസ് 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഇവിടുത്തെ സിഗ്മ സ്ക്വയർ എന്ന് പറഞ്ഞാൽ n1 S1 സ്ക്വയർ പ്ലസ് n2 S2 സ്ക്വയർ ബൈ n1 പ്ലസ് n2 മൈനസ് 2 ആണ്. ഇവിടെ S1 സ്ക്വയറും S2 സ്ക്വയറും ഒക്കെ എന്താണ്, അതിൻ്റെ സാമ്പിൾ വേരിയൻസ് ആണ് കറസ്പോണ്ടിങ് ടു സാമ്പിൾ 1ഉം സാമ്പിൾ 2ഉം. ഓക്കെ, റിഫർ T curve for v equal to n1 plus n2 minus 2 degrees of freedom and probability level p equal to alpha ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യാണ് ചെയ്യുക. സോ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്മൾ ടേബിളിന് നമ്മൾ ടി ആൽഫ ബൈ 2ൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുക. ദെൻ വി ഹാവ് പ്രോബിലിറ്റി ഓഫ് മോഡ് ടി ഗ്രേറ്റർ ദാൻ or greater than t alpha by 2. mod t greater than t alpha by 2 equal to alpha എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രോബിലിറ്റി ഓഫ് മോഡ് ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടി ആൽഫ ബൈ 2 എന്തായിരിക്കും, 1 മൈനസ് ആൽഫ പെർസെൻറ്റേജ് ആയിരിക്കും. അത് ടോട്ടൽ പ്രോബിലിറ്റി 1 ആണ്. സോ അതിന് ആൽഫ പോയാൽ നമുക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കിട്ടും. നേരത്തെ അതേ പ്രൊസീജിയർ നമ്മൾ മോഡുലസ് മാറ്റിയിട്ട് എന്ത് ചെയ്യുക, മൈനസ് ടി ആൽഫ ടി ബൈ 2 മുതൽ ടി ആൽഫ ബൈ 2 വരെയുള്ള പെർസെൻറ്റേജ് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അവിടെ ഈ ടിക്ക് പകരം നമ്മൾ എന്ത് ചെയ്യുക, തൊട്ട് മുമ്പ് നമ്മൾ അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക് കണ്ടുപിടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഓരോന്നിൻ്റെയും പ്രത്യേകത എന്താ വെച്ചാൽ നിങ്ങൾ ആ സ്റ്റാറ്റിസ്റ്റിക് എന്താണെന്ന് പഠിച്ചു വെച്ചാൽ മതി. ബാക്കിയുള്ള പ്രൊസീജിയറൊക്കെ സെയിം പ്രൊസീജിയറാണ്. എന്ത് ചെയ്യുക, നമുക്ക് ഈ ടീൻ്റെ അവിടെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്, ഡിഫറൻസ് ബിറ്റ്വീൻ മീൻ ആണ്. μ1 മൈനസ് μ2 സെൻട്രൽ നിർത്തിയിട്ടുള്ളൊരു ഇൻ്റർവലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മൾ അതിനെ സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ വി ഗെറ്റ് ദി 100 × 1 മൈനസ് ആൽഫ പെർസെൻറ്റേജ് കോൺഫിഡൻസ് ഇൻ്റർവൽ ഫോർ μ1 മൈനസ് μ2 ആസ് x1 bar minus x2 bar minus t alpha by 2 into root of sigma square by n1 plus sigma square by n2 x1 bar minus x2 bar plus t alpha by 2 root of sigma square by n1 plus sigma square by n2. ഓക്കെ, അപ്പോൾ ടി ആൽഫ ബൈ 2 നമ്മൾക്ക് ഇപ്പോൾ 98%, 99% അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമ്മൾ ടി ആൽഫ ബൈ 2ൻ്റെ വാല്യൂ നമ്മൾ ടി ഡിസ്ട്രിബ്യൂഷൻ ടാബിൽ നിന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ടി ഡിസ്ട്രിബ്യൂഷൻ ടാബിൽ നിന്ന് കണ്ടുപിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ശ്രദ്ധിക്കണം. n1 പ്ലസ് n2 മൈനസ് 2 ആണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. കറസ്പോണ്ടിങ് പ്രോബിലിറ്റി ആൽഫ ആയിട്ടാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് കോൺഫിഡൻസ് ഇൻ്റർവൽ ഫോർ ദി വേരിയൻസ് ഓഫ് നോർമൽ പോപ്പുലേഷൻ n ഓഫ് മ്യൂ സിഗ്മ. ഓക്കെ, n ഓഫ് മ്യൂ സിഗ്മ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേരിയൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതിൻ്റെ കോൺഫിഡൻസ് ഇൻ്റർവലാണ് നെക്സ്റ്റ് നമുക്ക് വരാനുള്ളത്. ഇപ്പോൾ നമ്മൾ നേരത്തെ മീനിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പറഞ്ഞു, മീൻ ഡിഫറൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പറഞ്ഞു. ഇനി ഇവിടെ നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ള എന്താണ്, വേരിയൻസ് ഓഫ് നോർമൽ പോപ്പുലേഷൻ ആണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.